നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടികൾക്കെതിരെ ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. സി മുകുന്ദൻ MLA-ക്കെതിരെ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന് മറുപടിയുമായി MLA-യുടെ മുൻ PA. MLA-ക്ക് 1.5 ലക്ഷം രൂപ ലഭിക്കുമെന്നായിരുന്നു പോസ്റ്റർ. ലയൺസ് ക്ലബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റി 8 സേവന പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. വാർത്തകൾ വിശദമായി. കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടികൾക്കെതിരെ ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. പാലശ്ശേരിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആനക്കൽ സെന്ററിൽ സമാപിച്ചു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ആതുര സേവന രംഗത്ത് ക്രൈസ്തവ മേഖല നൽകിയ സംഭാവനയെ BJP മറന്നുപോകുന്നുവെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. മണ്ഡലം പ്രസിഡന്റുമാരായ പ്രിയൻ പെരിഞ്ചേരി, ഷൈജു സായിറാം, K രാമചന്ദ്രൻ, VI ജോൺസൺ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AB അനീഷ്, CK നന്ദകുമാർ, രാജൻ നടുവിൽ, MR രാമകൃഷ്ണൻ, ചന്തു സുരേന്ദ്രൻ, കുട്ടികൃഷ്ണൻ നടുവിൽ, സുരാജ് ചേർപ്പ്, CR പ്രസാദ്, അശോക് കോമത്തുകാട്ടിൽ, VO ജോർജ്, ബൈജു സെന്റ് ജോൺ, രാധാകൃഷ്ണ അച്ചിൽ, KR പിയൂസ്, MM അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. CC മുകുന്ദൻ MLA-ക്കെതിരെ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന് മറുപടിയുമായി MLA-യുടെ മുൻ PA. MLA-ക്ക് 1.5 ലക്ഷം രൂപ ലഭിക്കുമെന്നായിരുന്നു പോസ്റ്റർ. CC മുകുന്ദൻ MLA-ക്കെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പുമായി എത്തിയ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർക്ക് ശമ്പള റെസിപ്റ്റ് ഉൾപ്പെടെ മറുപടി നൽകുകയാണ് MLA-യുടെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് അസ്ഹർ മജീദ്. കള്ളക്കണക്കു നിരത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് MLA-ക്ക് ആവശ്യമില്ലെന്ന് അസ്ഹർ മജീദ് ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികന് പ്രതിമാസം 70,000 രൂപ അടിസ്ഥാന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം ചേർത്ത് ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ ലഭിക്കുന്നു എന്നായിരുന്നു സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. സാധാരണക്കാരൻ മാസം 20,000 രൂപയുടെ വരുമാനത്തിൽ അന്തസ്സായി കുടുംബം നോക്കുന്നുണ്ടെന്നും കേരളത്തിലെ ഒരു MLA-ക്ക് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണെന്നുമായിരുന്നു കുറ്റപ്പെടുത്തൽ. ജപ്തി ഭീഷണിയിലുള്ള ചോർന്നൊലിക്കുന്ന വീട്ടിൽ തെന്നിവീണ് നാട്ടിക MLA CC മുകുന്ദന് പരിക്കേറ്റ വാർത്ത മാധ്യമങ്ങളിൽ വന്നിരുന്നു. അദ്ദേഹത്തെ സഹായിക്കുമെന്നറിയിച്ച് പാർട്ടിയും രംഗത്തെത്തി. ഇതിനിടയിലാണ് വിമർശനവുമായി സന്ദീപ് വാര്യർ എത്തിയത്. ഇതിനുള്ള മറുപടിയായാണ് അസ്ഹർ മജീദ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. കഴിഞ്ഞ 3 ദിവസം അദ്ദേഹത്തെ കാണാനെത്തിയത് രാഷ്ട്രീയ ഭേദമന്യേ ഒട്ടേറെ പേരാണ്. സത്യസന്ധമായി ജീവിതം നയിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ചുമട്ടുതൊഴിലാളിയായി ജീവിതം ആരംഭിച്ച വ്യക്തിയാണ്. 50,000 രൂപയാണ് മാസത്തിൽ അലവൻസായി ലഭിക്കുന്നതെന്നും അസ്ഹർ മജീദ് പോസ്റ്റിൽ പറയുന്നു. കിട്ടുന്ന അലവൻസിന്റെ പകുതിയും നിർധനരായ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ കൊടുക്കുകയാണെന്നും പോസ്റ്റിൽ പറയുന്നു. കണക്കുകൾ നിരത്തിയാണ് അസ്ഹർ മജീദ് സന്ദീപ് വാര്യരെ പ്രതിരോധിക്കുന്നത്. ലയൺസ് ക്ലബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റി 8 സേവന പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. കാഴ്ച പരിമിതിക്കാരായ ലോട്ടറി വിൽപ്പനക്കാർക്ക് ബാഗ്, ബ്ലൈൻഡ് സ്റ്റിക്ക്, അനുബന്ധ സാമഗ്രികൾ, ജോലിക്കാരെ ആവശ്യമുള്ളവർക്കും ജോലി ആവശ്യമുള്ളവർക്കുമായി സൗജന്യ ഓൺലൈൻ പോർട്ടൽ, നിർധനരായവർക്ക് വഴിയോര കച്ചവടം നടത്താനുള്ള സാമഗ്രികൾ നൽകൽ, സ്വയം തൊഴിലിനുള്ള ഉപാധികൾ നൽകൽ, ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സഹായം, കാഴ്ച പരിമിതിയുള്ളവരുടെ സംഘടനയായ നിമ്മതി ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന സേവന പദ്ധതികൾ. ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ഓഗസ്റ്റ് 1 വൈകിട്ട് 6:30 തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് ചുമതലയേൽക്കും. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ ഉദ്ഘാടനം ചെയ്യും. സ്ഥാനാരോഹണ ചടങ്ങ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K വാര്യർ ഉദ്ഘാടനം ചെയ്യും. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് പുതിയ മെമ്പർമാരെ ഇൻഡക്ട് ചെയ്യും. ഭവനരഹിതർക്ക് ഭവനം എന്ന പദ്ധതി വഴി പൈനൂർ പല്ലയിൽ നിർമ്മാണം പൂർത്തിയായ ഭവനത്തിന്റെ താക്കോൽദാന കർമ്മവും അന്നേ ദിവസം നടത്തും. ഭാരവാഹികളായ ഷാജി ചാലിശ്ശേരി, R സൂരജ് വേളയിൽ, IM സക്കറിയ, കാർത്തികേയൻ കുന്നുങ്ങൽ, ജോസ് താടിക്കാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു വർഷമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. നിങ്ങൾക്കറിയാം,
അതിൻ്റെ 2ാം വർഷത്തെ തുടക്കം സ്ഥാനാരോഹണം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ മൾട്ടിപ്പിൾ ചെയർമാനായിരുന്ന ഇമ്മീഡിയറ്റ് പാസ്റ്റ് മൾട്ടിപ്പിൾ ചെയർപേഴ്സൺ ടോണി ഏനുകാരനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ അവർകളാണ്. അതുപോലെ തന്നെ സർവീസ് പ്രൊജക്റ്റുകളും പുതിയ അംഗങ്ങളെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് അവർകളാണ്. നമ്മുടെ അന്നത്തെ പരിപാടിയിൽ ചില സർവീസ് പ്രൊജക്റ്റുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഒല്ലൂർ നിയോജക മണ്ഡലതല മലയോര പട്ടയമേള റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ 7 വില്ലേജുകളിൽ നിന്നായി 153 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. പീച്ചി വില്ലേജിൽ 45 പട്ടയങ്ങളും, മാന്നാമംഗലം വില്ലേജിൽ 27 പട്ടയങ്ങളും, കൈനൂർ വില്ലേജിൽ 27 പട്ടയങ്ങളും, പാണഞ്ചേരി വില്ലേജിൽ 26 പട്ടയങ്ങളും, മടക്കത്തറ വില്ലേജിൽ 21 പട്ടയങ്ങളും, പുത്തൂർ വില്ലേജിൽ 6 പട്ടയങ്ങളും, മുളയം വില്ലേജിൽ 1 പട്ടയവുമാണ് വിതരണം ചെയ്തത്. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, മടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ എന്നിവർ മുഖ്യാതിഥികളായി. സബ് കളക്ടർ അഖിൽ വി മേനോൻ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിൽ പെരിങ്ങോട്ടുകര മുതൽ പുത്തൻപീടിക വരെയുള്ള തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് വ്യത്യസ്ത ജനകീയ സമരവുമായി 5ാം വാർഡ് മെമ്പർ ആന്റോ തുറയൻ. സ്വന്തം വസ്ത്രത്തിൽ പ്രതിഷേധ വാചകങ്ങൾ അടങ്ങിയ പോസ്റ്റർ പതിച്ചാണ് അദ്ദേഹം സമരം നടത്തിയത്. ദിനംപ്രതി വളരെയേറെ അപകടങ്ങൾ നടന്ന റോഡിൽ വാഹനയാത്രികർ ഏറെ ബുദ്ധിമുട്ടിലാണ്. ചൊവ്വാഴ്ച രാവിലെയും ഇവിടെ സ്കൂട്ടർ യാത്രികൻ അപകടത്തിൽപ്പെട്ടു. ജനപ്രതിനിധികൾ ഈ വഴി യാത്ര ചെയ്യാതെ വഴി മാറിപ്പോകുന്ന സ്ഥിതിയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രദേശത്തെ ആരാധനാലയങ്ങളിലേക്ക് വരുന്നവരും യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിലാണ്. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ റോഡ് ഉപരോധമടക്കം സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ആന്റോ തുറയൻ പറഞ്ഞു. കാഞ്ഞാണി റോഡിൻ്റെ ശോചനീയമായ അവസ്ഥയിലാണ് ഒരു പ്രതിഷേധവുമായി ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ദിനം പ്രതി ആളുകൾ ഇവിടെ വീണ് അപകടം പറ്റി ആംബുലൻസിൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന രീതിയാണ് നിൽക്കുന്നത്. ഇന്ന് രാവിലെ പോലും ഒരാൾ വീഴുകയും അദ്ദേഹത്തിന് ആ വീണ ഇതിൽ പിടിച്ചു വന്ന് വീണ്ടും അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊരു കാര്യം കൂടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രസിദ്ധമായ അമ്പലങ്ങളും അതുപോലെ സ്കൂളുകളും ഒക്കെ തന്നെ ഉണ്ട്. ഈ മഴക്കാലമായതിനാൽ ഏറ്റവും യാത്ര വളരെ ദുഷ്കരമായി നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണാനുള്ളത്. ഇതിൻ്റെ അധികാരികൾ ഇത് കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റീസ്റ്റോറേഷൻ പരിപാടി നടത്താനായിട്ടുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണം. ഇതൊരു സൂചന മാത്രമാണ്. ഞങ്ങൾ ഈ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നടത്തുന്നൊരു പരിപാടിയാണ് ഈ ഇന്നത്തെ പ്രതിഷേധം. ഇത് അല്ലെങ്കിൽ ഈ പ്രദേശത്തെ എല്ലാവരെയും കോർത്തിണങ്ങിക്കൊണ്ട് ശക്തമായ വഴിതടയൽ സമരത്തിന് നേതൃത്വം നൽകുമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. പൊതുപ്രവർത്തകരായ ബൈജു ബാലൻ, MK ചന്ദ്രൻ, ലൂയിസ് താണിക്കൽ, അയ്യപ്പദാസ്, സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ്, സൗഹൃദ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ പോൾ ചിറ്റിലപ്പിള്ളി, പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, സജീവൻ ഞാറ്റുവെട്ടി എന്നിവർ നേതൃത്വം നൽകി. വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന കുപ്രസിദ്ധ ഗുണ്ട ശ്രീബിൻ അറസ്റ്റിലായി. അന്തിക്കാട് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. പെരിങ്ങോട്ടുകര സ്വദേശിനിയായ കാതിക്കുടത്ത് വീട്ടിൽ 63 വയസ്സുള്ള ലീലയെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും ഗുണ്ടയുമായ കായ്ഗുരു രാഗേഷിന്റെ സംഘാംഗം വടക്കുമുറി സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള ശ്രീബിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിങ്ങോട്ടുകര സ്വദേശിനിയായ പറമ്പിൽ വീട്ടിൽ സൗമ്യയുടെ മകൻ ആദിത്യ കൃഷ്ണ എന്നയാൾ കായ്ഗുരു രാഗേഷിന്റെ സംഘാംഗങ്ങളെ അസഭ്യം പറഞ്ഞുവെന്നാരോപിച്ച് കായ്ഗുരു രാഗേഷിന്റെ സംഘാംഗങ്ങളായ ഷാജഹാൻ, ശ്രീബിൻ എന്നിവർ ഇക്കഴിഞ്ഞ മാർച്ച് 17 വൈകിട്ട് 4 പെരിങ്ങോട്ടുകരയിലുള്ള സൗമ്യയുടെ വീടിന്റെ മുറ്റത്ത് വടിവാൾ കൈവശം വെച്ച് അതിക്രമിച്ചു കയറിയ ശേഷം സൗമ്യയോട് ആദിത്യ കൃഷ്ണയെ അന്വേഷിക്കുകയും ഇവിടെയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സൗമ്യയെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. ബഹളം കേട്ട് അവിടേക്ക് വന്ന തൊട്ടടുത്ത് താമസിക്കുന്ന സൗമ്യയുടെ വല്യമ്മയായ ലീലയെ ഷാജഹാൻ വടിവാൾ കൊണ്ട് ഇടത് കൈപ്പത്തിക്ക് മുകളിലായി വെട്ടി പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ സൗമ്യയുടെ പരാതിയിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് സംഭവത്തിലെ മറ്റു പ്രതികളായ കായ്ഗുരു രാഗേഷ്, ഹരികൃഷ്ണൻ, അഖിൽ, ഷാജഹാൻ എന്നീ 4 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. സംഭവത്തിനു ശേഷം ശ്രീബിൻ കൂട്ടുപ്രതികളായ അഖിൽ, ഹരികൃഷ്ണൻ എന്നിവരുടെ സഹായത്തോടെ രക്ഷപ്പെട്ട് ഒളിവിൽ പോവുകയായിരുന്നു.
ഒളിവിൽ കഴിയുകയായിരുന്ന ശ്രീബിനെ ആലുവയിൽ നിന്നാണ് പിടികൂടിയത്. ശ്രീബിൻ അന്തിക്കാട്, വലപ്പാട്, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി 3 വധശ്രമ കേസുകളിലും തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ ഒരു കേസിലും 3 അടിപിടി കേസുകളിലുമടക്കം 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ AS, സബ് ഇൻസ്പെക്ടർ അഫ്സൽ, CPOമാരായ CV ക്രിജേഷ്, അനീഷ്, മണികണ്ഠൻ, വിനീത് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന സർക്കാർ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായി മണ്ഡലത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ട പദ്ധതികളെക്കുറിച്ച് അറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. തൃശൂർ ജില്ലയിലെ മുഴുവൻ MLAമാരെയും ഉൾപ്പെടുത്തി ചേർന്ന യോഗത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ പദ്ധതികളെക്കുറിച്ച് ET ടൈസൺ മാസ്റ്റർ MLA വിശദീകരിച്ചു. തൃശൂർ, എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്നായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പണി പുരോഗമിക്കുകയാണ്. പാലത്തിന്റെ 60% പ്രവൃത്തികളും നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. എറണാകുളം നഗരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന തീരദേശവാസികളുടെ സ്വപ്ന പദ്ധതിയായ ഈ പാലത്തിന്റെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തണമെന്ന് MLA ചൂണ്ടിക്കാട്ടി. തീരദേശ നിയോജക മണ്ഡലമായ കയ്പമംഗലത്തിൽ കടലേറ്റവും അതുമൂലം ഒട്ടനവധി ദുരിതങ്ങളും തീരദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എറിയാട്, ഇടവിലങ്ങ് പഞ്ചായത്തുകളെ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഭാഗത്ത് ടെട്രോപാഡ് വിരിച്ച കടലേറ്റം തടയുന്നതിനാവശ്യമായ പഠനവും മറ്റ് അനുബന്ധ നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. 2022-23 സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയതും നിരവധി ആലോചനായോഗങ്ങൾ നടന്നതുമായ ഈ പ്രവൃത്തി എത്രയും വേഗം നടപ്പിൽ വരുത്തുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ഒപ്പം മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാവുന്ന നാട്ടിക കുടിവെള്ള പദ്ധതിയുടെ ഭരണാനുമതിയും മറ്റു പ്രാരംഭ നടപടികളും തുടങ്ങിയിട്ടുള്ളതാണ്. ഈ പദ്ധതിയുടെ നിർവഹണത്തിനായി സ്പെഷ്യൽ ഓഫീസർമാരുടെ നിയമനം ഉണ്ടാവുകയും എത്രയും വേഗത്തിൽ പദ്ധതി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന അഴീക്കോട് മേഖലയിൽ ഇവരുടെ മത്സ്യം വിപണനം നടത്തുന്നതിനായി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ ആരംഭിക്കുകയും പിന്നീട് സാങ്കേതിക പ്രശ്നത്താൽ നിലച്ചുപോവുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മണ്ഡലം നേരിടുന്ന പ്രശ്നങ്ങളും ഇനിയും പൂർത്തീകരിക്കേണ്ട പദ്ധതികളും വിശദമായി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് പരിഗണിക്കണമെന്നും ET ടൈസൺ MLA മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകനും ശാസ്ത്ര പ്രചാരകനുമായിരുന്ന OS സത്യൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ ഡോക്ടർ NR ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു. നവോത്ഥാനവും വർത്തമാനകാല സമൂഹവും എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ P. ഇളയിടം സത്യൻ സ്മാരക പ്രഭാഷണം നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ജനറൽ കൺവീനർ PB സജീവ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം GC രഘുനാഥ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മികച്ച ശുചിത്വ ഹരിത വിദ്യാലയത്തിനുള്ള സത്യൻ സ്മാരക പുരസ്കാരത്തിനും ക്യാഷ് അവാർഡിനും അർഹരായ പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂൾ, 2-3 സ്ഥാനങ്ങൾ നേടിയ എടത്തിരുത്തി സെയിന്റ് ആൻസ് UP സ്കൂൾ, IM UP സ്കൂൾ, അഴീക്കോട് എന്നിവർക്കും മത്സരവിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. അരിമ്പൂരിൽ സ്കൂൾ 70 ലക്ഷത്തിന് അനധികൃതമായി വിറ്റെന്ന് ആക്ഷേപം. വിരമിച്ച അധ്യാപികയ്ക്കും പള്ളി വികാരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും എതിരെ പരാതി. 7 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള അരിമ്പൂരിലെ സ്റ്റാഫ് മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളായ APS പരക്കാട് സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപികയും എറവ് കപ്പൽപ്പള്ളി വികാരിയും വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉന്നതരും ചേർന്ന് 70 ലക്ഷം രൂപയ്ക്ക് ചട്ടവിരുദ്ധമായി കച്ചവടം നടത്തിയതായാണ് പരാതി. ഇടവകാംഗമായ എറവ് സ്വദേശി ലാൽ കുറ്റൂക്കാരനാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ്, വിജിലൻസ്, കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയത്. 4ാം ക്ലാസ് വരെയുള്ള ഈ വിദ്യാലയത്തിൽ നിന്ന് 2023 വിരമിച്ച മനക്കൊടി സ്വദേശി ചുങ്കത്ത് CG കൊച്ചുദ്രേസി എന്ന അധ്യാപികയും എറവ് കപ്പൽപ്പള്ളി വികാരി ഡോക്ടർ റോയ് ജോസഫ് വടക്കനും ഉൾപ്പെടുന്ന കുറച്ചുപേർ ചേർന്ന് പള്ളിയിൽ വെച്ച് ഗൂഢാലോചന നടത്തി സ്കൂൾ 70 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ചെയ്തതായി ലാൽ കുറ്റൂക്കാരൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സ്റ്റാഫ് മാനേജ്മെന്റ് സ്കൂളുകളിൽ നിയമന അംഗീകാരം ലഭിച്ചിട്ടുള്ള അധ്യാപകർ രാജിവെക്കുകയോ റിട്ടയർ ചെയ്യുകയോ തുടങ്ങി ചുമതലപ്പെട്ടവർ ആരും തന്നെ ഇല്ലാത്ത പക്ഷം മാനേജ്മെന്റ് അവകാശം ഏറ്റെടുത്ത് സ്കൂൾ നടത്തിക്കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ചട്ടപ്രകാരം ജില്ലാ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരിൽ നിക്ഷിപ്തമായിരിക്കണം എന്നിരിക്കെ വിരമിച്ച അധ്യാപികയും മറ്റും ചേർന്ന് സ്കൂൾ കൈമാറ്റ കച്ചവടം നടത്തിയെന്നാണ് പരാതി.
വിദ്യാഭ്യാസ ഓഫീസർമാരടക്കം ഇതിന് കൂട്ടുനിന്നതായും ആക്ഷേപമുണ്ട്. സ്കൂൾ വിൽപ്പന സംബന്ധിച്ച ഇതേ സ്കൂളിൽ തന്നെ വിരമിച്ച 2 അധ്യാപകർ പരാതികൾ ഉന്നയിച്ചിട്ടും ക്രമവിരുദ്ധമായും ചട്ടവിരുദ്ധമായും ലക്ഷങ്ങൾ വാങ്ങി സ്കൂൾ വിൽപ്പന നടത്തുകയായിരുന്നു എന്നാണ് ലാൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിന്റെയെല്ലാം രേഖകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, വിജിലൻസ്, കലക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായും ലാൽ കുറ്റുകാരൻ, ജോസഫ് അച്ചിങ്ങാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്കൂളാണുള്ളത് ഉപജില്ലയിൽ. അപ്പോൾ ആ ഉപജില്ലയിൽ പണിന്നുള്ളതിലൊരു സ്കൂളാണ് അരിമ്പൂര് പരക്കാട് APS സ്കൂള്. അപ്പോൾ APS സ്കൂളിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയാണ് ഞങ്ങളിവിടെ തുറന്നു കാണിക്കുന്നത്. ഇത് നമ്മൾ നിയമപരമായിട്ടുള്ള എല്ലാ രീതിയിലും പോയിട്ടുണ്ട്. എങ്കിലും പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ ചട്ടപ്രകാരം സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്കൂളിലെ ടീച്ചേഴ്സ് അവിടെ നിന്ന് വിരമിച്ച് പോകുന്ന സമയത്ത് അവർക്ക് ഒരു അനുകൂലമില്ല. അവിടെ സർക്കാർ പെൻഷൻ മാത്രമേ ഉള്ളൂ. ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള അല്ലാതെ അവിടെ അവസാനിക്കുകയാണ്. ഇവിടെ അതല്ല സംഭവിച്ചത്. 2023 വിരമിച്ച കൊച്ചുത്രേശ എന്ന ടീച്ചർ 70 ലക്ഷം രൂപയ്ക്ക് അറുപ കപ്പൽപ്പള്ളി വികാരിയച്ഛനുമായിട്ട് കച്ചവടം നടത്തുകയാണ് ചെയ്തത്. അതിൻ്റെ ഗൂഢാലോചന നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആരാധനാലയമായ കപ്പൽപ്പള്ളിയിൽ വെച്ചിട്ടു. അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ പുറത്ത് ഞങ്ങൾ വിവരാവകാശം വെച്ചു. ഞങ്ങൾക്ക് അതിൻ്റെ രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക്, അതുപോലെ തന്നെ വിജിലൻസിനൊക്കെ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു കേസിന് പോകാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം തൊട്ടടുത്ത് തന്നെ പോകും. അപ്പോൾ ഇങ്ങനെ നടന്ന ഒരു വലിയ അഴിമതി തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വാർത്താ സമ്മേളനം നടത്തുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു ആളുകൾക്ക് അറിയാം. പക്ഷേ പ്രതിസ്ഥാനത്ത് വരുന്നത് ഒരു വികാരി അച്ഛനും പള്ളി ആയതുകൊണ്ട് പലരും നിശബ്ദരാവാണ്. പക്ഷെ ഇത് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലുള്ള സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് പലതും ഇന്നത്തെ ഒരു അവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാളമുറിയിൽ തോടിന്റെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമാകുന്ന വിധം അനധികൃതമായി തോടിന്റെ വശങ്ങൾ കെട്ടിയത് പഞ്ചായത്ത് പൊളിച്ചു നീക്കി. പലതവണ നോട്ടീസ് നൽകിയിട്ടും ഒഴിയാൻ തയ്യാറാകാത്ത തോട്ടോരത്തെ കയ്യേറ്റമാണ് പൊളിച്ചു മാറ്റിയത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ കാളമുറി സെന്ററിൽ നിന്നും പടിഞ്ഞാറോട്ട് വെള്ളമൊഴുകുന്ന കാളമുറി തോട് സ്വകാര്യ വ്യക്തികൾ കയ്യേറി തോടിന്റെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമാകുന്ന വിധം അനധികൃതമായി തോടിന്റെ വശങ്ങൾ കെട്ടിയത് പലതവണ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം പൊളിച്ചു നീക്കിയത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി, മറ്റുദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ JCB ഉപയോഗിച്ചാണ് നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയത്. കോടന്നൂർ ചാക്യാർകടവ് നായങ്കര ജോസ് നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊച്ചു ത്രേസ്യയാണ് ഭാര്യ. ജിൻസി, ജെയ്സൺ എന്നിവർ മക്കളും ജിൻഡോ, ഒലീവിയ എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. ഗ്രാമിന് 9150 രൂപ. പവന് 73,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടികൾക്കെതിരെ ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. CC മുകുന്ദൻ MLA-ക്കെതിരെ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന് മറുപടിയുമായി MLA-യുടെ മുൻ PA. MLA-ക്ക് 1.5 ലക്ഷം രൂപ ലഭിക്കുമെന്നായിരുന്നു പോസ്റ്റർ. ലയൺസ് ക്ലബ് ത്രിപുര ടെമ്പിൾ സിറ്റി 8 സേവന പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ തീരുന്നു. നമസ്കാരം.